ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മൾ കുപ്പി വെച്ചിട്ട് നമ്മൾ പച്ചക്കറി തൈകളൊക്കെ നടാൻ പറ്റുന്ന രീതിയിലൊരു എന്താ പറയുക, ഒരു പോട്ട് ഉണ്ടാക്കുന്നത് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയി വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് പിന്നെ തീയൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. എപ്പോഴും ചൂട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. ചൂട്ട് അകത്ത് ഉപയോഗിക്കാറില്ല, നമ്മൾ പുറത്ത് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. മണ്ണെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തീ കത്തിക്കുന്നത്. രാവിലെ ചോറിനുള്ള വെള്ളവും അതുപോലെ തന്നെ ചായയും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പകുതി പണി തീർന്നു എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോറിനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വെക്കും കേട്ടോ. പിന്നെ കാപ്പിക്കുള്ളത് പതിയെ വെച്ചാലും വേഗം തന്നെ ആകുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ചീരയൊക്കെ ഒന്ന് നനയ്ക്കാനും ഉണ്ടായിരുന്നു. നനച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ചാർലി ഒരു കുന്ന് പണിയൊക്കെ എനിക്ക് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ട് ഓലയെല്ലാം വലിച്ച് നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചീരയൊക്കെ നല്ലതായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. പല സൈസുകളിൽ ചീര വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പല ഹൈറ്റിലാണുള്ളത്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് നടുന്നതാണെങ്കിലും കുറച്ച് അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള ചീര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് അരിയൊക്കെ ഒന്ന് ഇട്ടു. പിന്നെ ഇച്ചിരി ചായയൊക്കെ കുടിച്ചു. പിന്നെ മുറ്റമടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ. മുറ്റമടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. കാരണം ഒന്ന് ക്ലീനായി കിട്ടുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിന് കാമാകുന്നത്. അങ്ങനെ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ചാർലിയുടെ കൂടെ ഒന്ന് കളിയും ചെയ്യുകയൊക്കെ. രാവിലെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ അവൻ്റെ അടുത്ത് കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ മാക്സിമം അത് വിനിയോഗിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ചാട്ടവും മറിച്ചിലുമൊക്കെ എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പം അത് അങ്ങനെയായി. പിന്നെ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞ് നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുപ്പി ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് വിത്ത് മുളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിയിലായിട്ട് ഉള്ളത്, അതായത് കുപ്പീൻ്റെ അടിവശത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നടുക്ക് വശം മുതൽ മുകൾ വരെ ഉള്ളിടത്ത് മണ്ണ് നിറച്ച് അതങ്ങനെ തന്നെ ഇറക്കി വെക്കുന്ന രീതിയിലാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനതിൻ്റെ കുപ്പിയൊക്കെ അടിവശം മുറിച്ച് ആ മരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആണിയൊക്കെ അടിച്ച്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് അതിൽ മണ്ണ് നിറച്ചിട്ട് അടിയിൽ വെള്ളവും മുകളിൽ മണ്ണും നിറച്ച് നമ്മൾ ഈ രീതിയിൽ കുപ്പീൻ്റെ ഈ അടിവശത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു തുണിയുടെ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ സൈഡിൽ കൂടെ നമ്മൾ ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളം ഒരുപാടാണെങ്കിൽ ലീക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നനച്ച് കൊടുക്കാനും. കാരണം അടിയിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അത് തനിയെ വെള്ളം വലിച്ച് കുടിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ഏകദേശം മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 കുപ്പി നമ്മളിതുപോലെ ഈ രീതിയിലൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാവേ. ഈ രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. അടിവശത്ത് വെള്ളവും അതുപോലെ തന്നെ മുകൾ വശത്ത് നമ്മളിങ്ങനെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 3 കുപ്പി ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4-മത്തേൽ നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിക്സ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പാച്ചോയുടെ ഇങ്ങനെ വിത്താണ് കേട്ടോ അതിലൊന്ന് നട്ട് കൊടുക്കുന്നത്. ഇത് നട്ടിട്ട് അത് മുളച്ച് വരുമ്പോൾ റിസൾട്ട് എന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ചീരകൾ അങ്ങനെയുള്ള ചെറിയ പ്ലാന്റ്സുകൾ നമുക്ക് നടാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് ഏറെ കുപ്പികൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് ആമിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെടിയെല്ലാം ഒന്ന് നനച്ച് കൊടുത്തേ. അങ്ങനെ 2-3 ദിവസങ്ങൾക്കിപ്പുറം നമ്മുടെ പാക്ചോയ് കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ രീതിയിലാണ് വന്നത്. ഞാൻ 3 വിത്തുകൾ വീതമായിരുന്നു ഇട്ടിരുന്നത്. അപ്പം നമ്മൾ അതിൽ 2 നിർത്തിയിട്ട് ഒരെണ്ണം മാത്രമായിട്ട് നമ്മൾ പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പം നന്നായിട്ട് ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാം സക്സസ്സായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.